ഇന്നത്തെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വ്ളോഗിലേക്ക് നമുക്ക് കടക്കാട്ടോ. മുറ്റത്ത് തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന എൻ്റെ J33 പ്ലാവും അതുപോലെ കാലാപ്പാടി മാംഗോയൊക്കെ വളർന്നു വലുതാവുന്നുണ്ട്. ആദ്യം നമുക്ക് മുറ്റത്തൂടെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാട്ടോ. രാവിലത്തെ അടിച്ചു വാരൽ കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് ആന്തൂറിയാണ് കേട്ടോ നട്ടിട്ടുള്ളത്. കുറച്ച് വലിയ പൂക്കൾ വരുന്നതും പിന്നെ മിനിയേച്ചറിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നട്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് വെയിൽ കൂടുതലുള്ള സ്ഥലമാണ്. ഇവിടെ 1-2 റോസാ ചെടികളുണ്ട്, ഓറഞ്ചും റെഡും ഒക്കെ ആയിട്ട്. ഇടയ്ക്ക് മഴ കിട്ടുന്നത് കൊണ്ടുള്ള സൗന്ദര്യമാണ് ഇപ്പോൾ ചെടിയിൽ കാണുന്നത്. അടിച്ചു വാരി വൃത്തിയാക്കി ഇടുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചളി ഉണ്ടെങ്കിൽ ഞാൻ പഴയ ഒരു മഫ് വെച്ചിട്ടുണ്ട്, അത് വെച്ച് തുടക്കും. രാവിലെ തന്നെ വീടും ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോൾ മനസ്സ് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ ഗേറ്റിലൂടെ ഇപ്പോൾ ശംഖുപുഷ്പം വളരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചട്ടിക്കിടയിൽ എപ്പോഴും വൃത്തിയാക്കണം. തൊട്ടപ്പുറത്ത് പുളിമരം ഉള്ളതുകൊണ്ട് ഈ ചട്ടിയിലും ചട്ടിയുടെ ബാക്കിലൊക്കെ നന്നായിട്ട് പുളിയില വീഴും. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഒരു വൃത്തികേടും ചെടിക്കടയിലും ഉണങ്ങിയ ലീഫുകളോ ഒന്നും കാണുന്നത് ഇഷ്ടമല്ല. നല്ല പച്ചപ്പോട് കൂടി നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അധികം ചുവന്ന പൂക്കളാണ് കേട്ടോ. ചുവന്ന പൂക്കൾ നമ്മുടെ ഗാർഡനിൽ എടുത്ത് കാണിക്കും. ഈ ഒരു ആന്തൂറിയം വളരെ കുഞ്ഞിയാണ്. അങ്ങനെ മുറ്റത്തെ കറക്കൊക്കെ തീർന്ന് പിന്നെ നമ്മൾ അകത്ത് കയറി ഇതുപോലെ സോഫയിലെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടു. അതിനുശേഷമാണ് വരാന്തയുടെ സീറ്റുകളും ചെടികൾ നനച്ചു കൊടുത്തു. ഇവിടെ കുറച്ച് ചെടികളാണ് ഞാൻ വെച്ചിട്ടുള്ളത്, കൂടുതൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. ഇവിടെ എപ്പോഴും നനക്കാൻ മറന്നു പോകും ഞാൻ. അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ കിച്ചണിലെത്തിയത്. ഇന്ന് സ്കൂളിന് അവധി ദിവസമായതുകൊണ്ടാണ് കേട്ടോ ഇത്ര ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നത്. സ്കൂളില്ലെങ്കിലും നമ്മൾ ഉച്ചയിലേക്കുള്ള ഫുഡ് രാവിലത്തെ ഫുഡിൻ്റെ കൂടെ തന്നെ റെഡിയാക്കും. ആ ഒരു ജോലി വേഗം അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുമല്ലോ. മീൻ പൊരിക്കാനുള്ളത് അടുപ്പത്തിട്ട് ചെറിയ തീയിലങ്ങ് ആക്കി വെച്ച് പോയാൽ പിന്നെ അത് സാവധാനം മൊരിഞ്ഞു കിട്ടും. പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പയറ് തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആന്തൂറിയത്തിൻ്റെ കുറച്ച് കളറുകൾ കാണാം കേട്ടോ. നല്ല കടും ഓറഞ്ചാണ് ഈ കളറ്, നല്ല ഭംഗിയാണിത് കേട്ടോ. ആന്തൂറിയം ചെടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തിക്കായിട്ടുള്ള പ്ലാന്റായിട്ടും ഒരു പ്ലാന്റായിട്ടൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. ചെടികൾ വാങ്ങുന്ന ആളുകളിൽ ഏകദേശം പേരും ചോദിക്കും എവിടെയാണ് സ്ഥലം എന്ന്. 80 രൂപ കൊറിയർ ചാർജ് വരുന്ന സ്ഥലത്തുള്ള ആളുകൾ പോലും ചോദിക്കും നമ്മൾ വീട്ടിൽ വന്ന് എടുത്തോട്ടെ, വീട്ടിൽ വന്ന് വാങ്ങിച്ചോട്ടെ എന്ന്. വീട്ടിൽ വെച്ചിട്ട് സെയിലില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് പിണങ്ങി പോയിട്ടുണ്ട്. സത്യത്തിൽ ഇവരാരും ഓർക്കുന്നില്ല. ചോദിക്കുന്ന ഒരാൾ മാത്രമല്ല നമ്മളോട്, ഒരുപാട് പേര് ചോദിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം കൂടെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമല്ലേ ഉണ്ടാവുക. നമ്മളെ വീടും
മക്കളും സന്തോഷവും നമ്മുടെ ഒരു പ്രൈവസിയൊക്കെ ചേർത്ത് അതിനുള്ളിൽ നിന്നുള്ള ബിസിനസ് ചെയ്യാൻ എനിക്ക് ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് അനുവാദമുള്ളൂ. അതല്ലാതെ വീട്ടിലെപ്പോഴും ബിസിയായി ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു രീതി നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. അതിനൊന്നും നമ്മളോട് ആരും നീരസപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ. സംസാരവും കാര്യങ്ങളൊക്കെ ആയി സമയം ഒരുപാട് നീങ്ങി. അപ്പോൾ നമ്മൾ രാവിലെ ചായയിലേക്കുള്ള കറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലായിരുന്നു. ലീവുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ പാക്കറ്റിൽ വരുന്ന പൊറോട്ടയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ചിക്കൻ കറി തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചയിലേക്കുള്ള ഫുഡൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും 10:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. കാരണം മക്കളൊക്കെ ഇപ്പോഴാണ് എണീറ്റ് വരുന്നത്. അങ്ങനെ മിണ്ടിയും പറഞ്ഞും ചിരിച്ചും ഒക്കെ ആയിട്ട് ചായ കൂടി ഒരുപാട് നേരം നീണ്ടുപോകും. അതിനിടയിൽ തങ്കച്ചി മരുന്നൊക്കെ ആയിട്ട് ഹെൽത്ത് സെൻ്ററിലത്തെ ആൾ വന്നു. മോന് സുഖമില്ലാത്തൊരാളുണ്ട് കേട്ടോ. അപ്പോൾ അവനുള്ള മെഡിസിനൊക്കെ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഓവറായിട്ട് പോയി. ആസ്വദിച്ചായിരുന്നു കേട്ടോ ചായ കൂടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്രയോ വട്ടം പോയി കണ്ടതാണെങ്കിലും ഈ ഞായറാഴ്ച ദിവസമൊക്കെ വീട്ടിൽ ചടഞ്ഞിരിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നതാണ്. ശരിക്കും നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വണ്ടിയിലിരുന്ന് പുറത്തേക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇത്ര ഭംഗിയുണ്ട് ആ ഒരു നാടിനെന്ന് മനസ്സിലാവുള്ളൂ. വണ്ടിയിലിരുന്ന് ഞാൻ ഒരുപാട് നേരം ഈ ഒരു സന്തോഷം കണ്ടു നിന്നു കേട്ടോ. നല്ല മരങ്ങളും അതിനിടയിലൂടെ പോകുന്ന ഈ ഒരു അടിപൊളി റോഡൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖം. അങ്ങനെ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല ഗ്രീനറിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇപ്പം മിൽമയുടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഔഷധ ഗാർഡനിൽ കയറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ മണിച്ചിത്രത്താഴ് സിനിമയിലെ നാഗവല്ലിയായി മാറിയ പോലെ അവിടെയും ഇവിടെയൊക്കെ കുറേ അലഞ്ഞു തിരിഞ്ഞു. പുറത്തിറങ്ങി വീണ്ടും വള്ളിക്കാട്ടിലും അവിടെയൊക്കെ കണ്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെയുള്ള മെമ്മറീസ് കുറേ ഉണ്ടാവും ഫോണിൽ. പൊതുവെ പുറത്തിറങ്ങുന്ന സമയത്തൊന്നും ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ. ഫോണിൽ എപ്പോഴും കസ്റ്റമർ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു തിരക്കിലായിരിക്കും ഞാൻ മുഴുവൻ സമയവും കസ്റ്റമറെ ഡീൽ ചെയ്തുകൊണ്ടായിരിക്കും. ഈ ഒരു ദിവസം നമ്മൾ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് പോയത്. അപ്പം ഞാൻ ശരിക്കും പ്രകൃതിയെയും ആ ഒരു സ്ഥലത്തേക്ക് ശരിക്കും ആസ്വദിച്ച് കണ്ട ഒരു ദിവസമായിരുന്നു അന്ന്. ശരിക്കും കിളികളുടെ സൗണ്ടൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടോ. ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് ലൈക്ക് തരണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റൊക്കെ എഴുതിയിടുക. ആ കമൻറ്റ് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെയില്ല. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി, നമസ്കാരം.